കൊല്ലം അഞ്ചലിൽ പോലീസുകാരന്റെ ബൈക്ക് കത്തിച്ച സംഭവത്തിൽ 2 യുവതികൾ പോലീസ് പിടിയിൽ. കൊല്ലം ശൂരനാട് സ്വദേശി ആരതിയുടെ സുഹൃത്ത് ഇടുക്കി സ്വദേശിനി ഗായത്രി മോഹൻ എന്നിവരാണ് അറസ്റ്റിലായത്. വൈദ്യപരിശോധന കഴിഞ്ഞു മടങ്ങവേ യുവതികളിൽ ഒരാൾ വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. വിവരങ്ങളുമായി സൂര്യ ഗായത്രിയാണ് കൊല്ലത്ത് നിന്ന് ചേരുന്നത്. സൂര്യ, ഗുഡ് മോർണിംഗ്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണാം 2 യുവതികൾ അവർ നടന്നു പോകുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഈ ഒരു ബൈക്ക് കത്തിക്കാനുണ്ടായ ഒരു പ്രകോപനം എന്താണ്? ഗുഡ് മോർണിംഗ്. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. ആറന്മുള പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ അഞ്ചൽ ആർച്ചിലിൽ താമസിച്ചു വരുന്ന വിവേകിന്റെ ബുള്ളറ്റാണ് കത്തിച്ചിട്ടുണ്ടായിരുന്നത്. വീടിന്റെ ഷെഡിൽ സൂക്ഷിച്ചിരുന്ന ബുള്ളറ്റാണ് കത്തിച്ചത്. വീടിന്റെ സിറ്റ് ഔട്ടിൽ കരിയോയിൽ ഒഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വിവേക് ഡ്യൂട്ടി ചെയ്യുന്ന സമയം ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ കോളേജിൽ വെച്ച് ലാത്തിയടിച്ചതിന്റെ വൈരാഗ്യമാണെന്നുള്ള രീതിയിൽ ഒരു ഭീഷണി കത്തും സമീപത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് പോലീസ് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ യുവതികളിലേക്ക് എത്തിയത്. കൊല്ലം ശൂരനാട് സ്വദേശി ആരതിയുടെ സുഹൃത്തായിട്ടുള്ള ഇടുക്കി സ്വദേശിനി ഗായത്രി മോഹൻ എന്നിവരെയാണ് പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. കഴിഞ്ഞ 5 മാസങ്ങൾക്ക് മുമ്പ് വിവേകുമായിട്ട് ആരതിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ വിവാഹം മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ തുടർന്നുണ്ടായ മാനസിക വൈരാഗ്യമാണ് ഈ സംഭവത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇതിനിടയിൽ കസ്റ്റഡിയിൽ തുടരുന്നതിനിടയിൽ ആരതി ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആരതിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ആരതി ചികിത്സയിൽ തുടരുകയാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യുവതികൾ വന്നത് ഒരു ഓട്ടോയിലായിരുന്നു. ഈ ഓട്ടോ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തി. ഓട്ടോയിൽ യുവതികൾ GP വഴിയാണ് ഓട്ടോ ക്യാഷ് നൽകിയിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്പർ എടുത്തതിന് ശേഷമാണ് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തുകയും ഈ യുവതികളിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. 21-ാം തീയതി ആരതി സുഹൃത്തായിട്ടുള്ള ഗായത്രിയെ കൊണ്ട് പെട്രോൾ വാങ്ങി സൂക്ഷിച്ചതിനു ശേഷം 23-ാം തീയതി വൈകിട്ടാണ് ഈ പോലീസുകാരന്റെ താമസ സ്ഥലത്ത് എത്തുന്നത്. ആളൊഴിഞ്ഞ ഭാഗത്ത് തങ്ങിയതിനു ശേഷം രാത്രിയിൽ വീട്ടിലെത്തി ബൈക്ക് കത്തിക്കുകയായിരുന്നു. ഈ സിറ്റ് ഔട്ടിൽ കരിയോയിലും ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും യുവതികൾക്ക് പ്രദേശവാസികളായിട്ടുള്ള ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലീസിന് സംശയമുണ്ട്. അതുകൂടി പോലീസ് സംശയിക്കുകയാണ്. ഈ ഗായത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി മറ്റു നടപടികളിലേക്ക് പോലീസ് കഴിഞ്ഞിട്ടുണ്ട്. ആരതിയാണ് ചികിത്സയിൽ നിലവിൽ ആശുപത്രിയിൽ തുടരുന്നത്. ശരി, ഏതായാലും സംശയിച്ചതുപോലെയല്ല കാര്യങ്ങൾ ഉണ്ടായത്. മുമ്പ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായ ഒരു മാർച്ചിനിടെ സംഘർഷം ഉണ്ടായിരുന്നു. അതിലുള്ള വൈരാഗ്യമാണ് ഈ പോലീസുകാരനെ ബൈക്ക് എത്തിക്കാൻ കാരണമെന്നായിരുന്നു ആദ്യത്തെ സംശയം. അല്ലെങ്കിൽ വിവേക് തന്നെ മൊഴി നൽകിയത് അത്തരത്തിലായിരുന്നു. അതല്ല, മുമ്പ് നിശ്ചയിച്ച വിവാഹം മുടങ്ങിയതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ വൈരാഗ്യമാണ് ഇത്തരത്തിൽ പെൺകുട്ടിയെ ഒപ്പം സുഹൃത്തിനെയും ചേർന്ന് ഇങ്ങനെ ഒരു ബൈക്ക് കത്തിക്കൽ എന്ന ആലോചനയിലേക്ക് പോകാൻ കാരണമെന്ന് മനസ്സിലാക്കുന്ന ഒരു പ്രതികരണം കൂടി അതിൽ ലഭിക്കുന്നുണ്ട്. ഈ സ്ത്രീകൾ 2 പേരും അവിടെ വന്നൊരു ബൈക്ക് കത്തിക്കുക എന്ന് പറയുമ്പം ഒരാൾ ഇവിടെ ശൂരനാടും മറ്റൊരാൾ ഇടുക്കിയിലും ഉള്ള ആളാണെന്നും 2 പേരും തിരുവനന്തപുരത്തെ എൻട്രൻസിൻ്റെ കോച്ചിങ് സെൻറ്ററിൽ പഠിക്കുന്നവരാണെന്നും എന്തോ മുൻവൈരാഗ്യം വെച്ച് ആ വീട്ടിൽ വന്ന് ആ സംഭവം നടത്തിയതാണെന്നുമാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഞങ്ങളുടെ ഒരു ഗ്രാമപ്രദേശത്തേക്ക് ദൂരെ നിന്ന് 2 പെൺകുട്ടികൾ വന്ന് മാത്രം അങ്ങനെ ഒരു സംഭവം നടത്തണമെങ്കിൽ അങ്ങനെ അവർക്ക് മാത്രം കഴിയുമോ എന്നുള്ളൊരു സംശയം ഞങ്ങളുടെ എല്ലാം മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. തീർച്ചയായിട്ടും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.